ഡോക്ടറുടെ അഭിപ്രായം ഡോക്ടർ പറഞ്ഞത് മാത്രമല്ലോ പെന്തിക്കോസ്ത് വിശ്വാസികൾ എന്ന പേരിൽ ആഭരണങ്ങളോ ഇല്ല മറ്റുള്ള കാര്യങ്ങളോ മാറ്റി ബന്ധുക്കോസ് സമുദായത്തില് കുറച്ച് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാം ബന്ധുക്കോസ് സമൂഹത്തിൽ അടക്കം വരാൻ പാടില്ല. പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ഡോക്ടർ എം എം മത്തായി കണ്ടിട്ടുള്ള സുവിശേഷകന്മാരുടെ ഭാര്യമാരെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇല്ല, അതുപോലെ ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കില്ല. കാര്യം കമ്മലും മാല ഇട്ടുകൊണ്ട് ആരാധിക്കാം, അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. എഞ്ചിനീയർ തോമസിന്റെ അഭിപ്രായം ഞാൻ ഡോക്ടറിന്റെ അഭിപ്രായം ഞാൻ യോജിക്കുന്നില്ല. കാര്യം കമ്മലും മാല ഇട്ടാലും ആരാധിക്കാം. കമ്മലും മാല ഇടുന്നോണ്ട് എഞ്ചിനീയർ ഒരു പെന്തിക്കോസ്റ്റൽ വിശ്വാസിയാണോ? ഞാൻ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ പെന്തക്കോസ്ത് വിശ്വാസത്തെ എതിർക്കുന്നില്ല. കാര്യം നമ്മള് എന്തുകൊണ്ട് വേർപാട് അനുഷ്ഠിക്കണം എന്നുള്ളതാണ് ഡോക്ടർ എം എം മാത്യുവിന്റെ ഒരു ചോദ്യം. ഡോക്ടറുടെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ല. കാര്യം കമ്മലും മാല ഇട്ട ഒരാൾക്ക് വ്യക്തിയെ സ്ഥാനപ്പെടുത്തി സഭയിൽ പോയി ആരാധിക്കുന്ന യാതൊരു തെറ്റും കാണുന്നില്ല. കാര്യം നമ്മൾ ഓർക്കുകയാണെങ്കിൽ നമ്മുടെ കൽക്കട്ടയിലുണ്ടായിരുന്ന മദർ തെരേസ ഓർക്കുന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ കമ്മലും മാല ഇടുന്നുണ്ട്, അവർ ആരാധിക്കുന്നുണ്ട്, അവർ സ്വർഗത്തിൽ പോകത്തില്ലേ? ബൈബിൾ അടിസ്ഥാനത്തിൽ വളരെ തെളിവുണ്ട്. തെളിവുകൾ എന്താണെന്ന് പറയണം. ബൈബിൾ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണെങ്കിൽ കമ്മലും മാലയും എല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആ രീതിയിലാണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത്, സർവവും വിട്ടിട്ട്. ദൈവം പുതിയ നിയമത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പൊന്നും വെള്ളിയും അല്ല നമ്മള് വീണ്ടെടുത്തുള്ളൂ, ക്രിസ്തുയേശുവിന്റെ ഐറ്റമാണ്. അപ്പോ പൊന്നും വെള്ളിയെല്ലാം നമ്മൾ ഒഴിവാക്കണം. ഈ നമ്മള് വിശുദ്ധിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ നിങ്ങളുടെ പെന്തക്കോസ്തുകാരെ കുറിച്ച് ഞാൻ കണ്ടോടങ്ങണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണേ, ദൈവത്തെ നിങ്ങൾ ഒരു സർക്കിളിൽ ഒതുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആഭരണം ഇടരുത്, അല്ലെങ്കിൽ നിങ്ങൾ സിനിമ കാണരുത്, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. എന്തിനാണ് പറയുന്നു? ഞാൻ ഇന്നലെ എന്റെ ഒരു സ്നേഹിതനെ കണ്ടു സുമേശിൽ വെച്ച്, ഈ മക്കാസൂക്കിന്റെ അടുത്ത ആളുടെ വീട്. ഇന്നലെ അയാളെ കണ്ടു കഴിഞ്ഞപ്പോ അയാളെ കണ്ട ആരും നോക്കും, നല്ല കട്ടമീശ, മുകളിലേക്ക് ഞാൻ തീരെ ലോ ക്ലാസ് അല്ലേ, അയാളെ കണ്ടു കഴിഞ്ഞാൽ ആരും നോക്കും, അത്ര ടിപ്പായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ആളെ കണ്ടു, ഒരു 10 മണിക്ക് ആളെ കണ്ടു. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ ഈ കോഴി വെള്ളത്തിൽ മീശൊക്കെ വടിച്ച് ഞാനത് മനസ്സിലാക്കണേ. ഞാൻ പറയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചിന്താഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്വർഗത്തിൽ പോണെങ്കിൽ മീശ പഠിക്കണം, സ്വർഗത്തിൽ പോണെങ്കിൽ മീശ പഠിക്കണം, അല്ലെങ്കിൽ TV കാണരുത്, അത് കാണരുത്, ഇത് കാണരുത്. എന്നാൽ നമുക്ക് TVയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നല്ല കുടുംബ സ്റ്റോറി പിക്ചറിൽ വരാനുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശദൂത് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി, അതൊരു ഫാമിലി കുടുംബ ചരിത്രം. അത് കണ്ട ഏത് മനുഷ്യനും കരളല്ലേ. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പറഞ്ഞു ഓക്കെ നമ്മൾ പറഞ്ഞല്ലോ എന്ന മാതിരി തന്നെ ഡോക്ടറുടെ ഒപ്പീനിയൻ പ്രകാരം സിനിമ കാണുന്നതും ആഭരണം ഇടുന്നതും അതേപോലെ ഈ മീശയൊക്കെ വെച്ച് ചെത്ത് സ്റ്റൈലിൽ നടക്കുന്നതൊക്കെയാണ് ജീവിതം എന്നുള്ളത്. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവമാണല്ലോ ഈ സകല ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചത്. തീർച്ചയായിട്ടും ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ പെണ്ണുങ്ങൾക്ക് മീശയില്ലാതെ, സഹോദരിമാർക്ക് മീശയില്ലാതെയും സഹോദരന്മാർക്ക് മീശയും താടിയും ഇതെല്ലാം കൽപ്പിച്ച് ദൈവത്തിന്റെ ഭാവനയിൽ നിന്നാ അത് പഠിച്ച് നടക്കുന്നവര് എന്റെ ഇതിൽ പറഞ്ഞാൽ അത് വെറും മണ്ടത്തരാണ്. അത് ദൈവം അത് വെറും മണ്ടത്തരാണ്. ഇപ്പൊ മീശ വെച്ചോണ്ട് സ്വർഗത്തിൽ പോല, അല്ലെങ്കിൽ വേറെ ഉണ്ട് നിങ്ങളുടെ തന്നെ ഈ പാസ്മാരെ കണ്ടു കഴിഞ്ഞാൽ അവര് വെള്ള വസ്ത്രം ഇടുള്ളൂ, എന്താ ചൊമ്പയിട്ട സ്വർഗത്തിൽ പോലും. അവരുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് ദൈവം നോക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ ഇതിന് പെന്തക്കോസ്ത് സമൂഹത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരാധനയ്ക്ക് വിരോധമല്ല, പക്ഷെ നിങ്ങളിൽ ചില ഈ ഞാനിപ്പോ ഈ പറഞ്ഞതായിട്ടുള്ള ഈ കൂട്ടിക്കൊടുത്തുകളൊക്കെ ഉണ്ടല്ലോ, ആണുങ്ങൾ മീശോ അടിച്ചെടുക്കുക, സെയിം പെണ്ണുങ്ങളുടെ മാതിരി, അതുമാതിരി തന്നെ നിങ്ങള് കുട്ടികളെയൊക്കെ ഒരു സർക്കിളിൽ ഒതുക്കുക, അത് ചെയ്തിട്ട് നീ അങ്ങോട്ട് നോക്കി അത് നിങ്ങൾ ഇരിക്കുകയാണ്. അത് കൂടുതൽ വർഷങ്ങളിലേക്ക് തിരിച്ചു, അതൊരിക്കലും എന്ത് ചെയ്യില്ല, അത് നേർവഴിയിലേക്ക് ശ്രമിക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞ കാര്യം യോജിക്കുന്ന മീശ പഠിച്ചുകൊണ്ട് ആരാധിക്കുമ്പോൾ നിർബന്ധമൊന്നുമില്ല. മീശ വെച്ചോണ്ടൊക്കെ ആരാധിക്കാം. കാര്യം മീശ എടുക്കണമെന്നോ കമ്മൽ ഇടണമെന്നും ദൈവത്തിൽ പറയുന്നില്ല, മീശ എടുക്കുന്ന ദൈവത്തിൽ പറയുന്നില്ല. അപ്പൊ നമുക്ക് മീശ ഉണ്ടായാലും വലിയ കുമ്പം മീശ വെച്ചാൽ നമുക്ക് ആരാധിക്കാം.
കമ്മലും മാല ഇട്ടാലും ആരാധിക്കാം. നമ്മൾ ദൈവത്തെ ആരാധിച്ചു ടി വി കണ്ടാലും ആരാധിക്കാം. ഞായറാഴ്ച ടി വി കണ്ടിട്ട് വന്ന് ആരാധിക്കാം. ഞങ്ങളുടെ അടുത്തൊരു ചാക്കോസുണ്ട്. പുള്ളി പാട്ട് പാടും, പൊൻപള്ളി നേരെ ഉണ്ടാന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടും. ഈ ലോകത്തിൽ നിങ്ങൾക്ക് നിക്ഷേപമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ സ്ഥലം അയാൾക്ക്, അതെനിക്ക് മനസ്സിലാവണം. പൈസയൊക്കെ പോയി എല്ലാം സമ്പാദിച്ച സ്ഥലം കൊടുത്തു, പാവപ്പെട്ടവർക്ക് കൊടുക്കാന്നുള്ളതിന്റെ പേര് ഇതൊക്കെ ദൈവനാമം നിങ്ങൾ ദുഷിക്കപ്പെടാന്ന് എനിക്ക് പറയാം. ഒരു മിനിറ്റ്, മീശ പഠിച്ചോ, സ്വർഗത്തിൽ പോകാനുള്ള വഴി മീശ പഠിക്കുക അല്ലെങ്കിൽ ആഭരണം ഇടാതിരിക്കൊന്നുമല്ല. പിന്നെ എന്തിനൊക്കെ ചെയ്തെന്ന് വെച്ചാല് ബന്ധുക്കുസ്തരായ ജനങ്ങള് ദൈവമക്കളാണ്. അവർ ലോകമക്കളിൽ നിന്നൊരു വ്യത്യസ്തരാണ്. അതുകൊണ്ട് അവരെ ഒരു സമൂഹം അവരെ ആ രീതിയിലാണ് കാണുന്നത്. 100 പേരെടുത്താൽ ആകർഷിക്കരുത്. 100 പേരെടുത്താൽ 50 പേരും മറ്റുള്ള ജാതികളെക്കാൾ അക്രമം. അവരുടെ മക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്, 5 കൊല്ലം ഒരേ ഉടായ്പാദ്യങ്ങളൊന്നും പറയരുത്. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. ഈ മുഴുമലിഞ്ഞിനെ കാണുമ്പോ, മുഴുമലിഞ്ഞിൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് സമുദ്രത്തിൽ നമ്മുടെ പുഴകളിലൊക്കെ അതിനകത്ത് ഈ പാമ്പിനെ കാണുമ്പോൾ തല പാമ്പിന്റെ പോലെ ഇരിക്കണം. മീനെ കാണുമ്പോൾ അത് വാലും കാണി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടത് ഇത് ചെയ്യണം. ഇപ്പൊ എനിക്ക് ഇവരുടെ എന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവണെന്ന് വെച്ചാൽ ഒരു ഉടായ്പ രീതിയിൽ ജീവിച്ച് അങ്ങോട്ട് പോകാന്ന. വിശ്വാസിനെ കാണുമ്പോ ഞാൻ വിശ്വാസിയാ, അത് കഴിഞ്ഞ് ജഡീനെ കാണുമ്പോ അവൻ അതിലും വലിയ ജഡീക. ഇതാണ് എന്റെ വീക്ഷണം പറഞ്ഞ ആത്മീയ കോളത്തിന്റെ, നിങ്ങളുടെ പെന്തക്കോസ്ത് സമൂഹത്തിന്റെ വീക്ഷണം. എന്റെ കോളത്തിനോട് എന്തെങ്കിലും വൈരാഗ്യം, പൂർവ്വ വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ആരാധനയും അവരുടെ ആ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നു. പക്ഷെ ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ മുഴുമലിഞ്ഞിന്റെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല അവർ. ഞാൻ ഇത് ചെയ്യാൻ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ടി വി നോക്കാൻ പാടില്ല, വീഡിയോ നോക്കാൻ പാടില്ല, വിസിആർ വീട്ടിൽ വെക്കാൻ പാടില്ല. ഇന്നൊരു പെന്തക്കോസ്തുകാരുടെ കുടുംബത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 2 വിസിആറും 2 ടി വി ഉണ്ട്, മറ്റുള്ള എല്ലാ ഡിഷും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇസ്രായേലിലെ ചാനലൊക്കെ കിട്ടും, എല്ലാം കിട്ടും. അത് അവർ പെന്തക്കോസ്തുകാരുടെ കുടുംബത്തിൽ കാണുള്ളൂ. ഇത് രണ്ടും കൂടെ പറ്റില്ല. ഒന്നെങ്കിൽ വിശ്വാസി എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. വിശ്വാസത്തോട് ചേർന്ന് അവര് പറയുന്ന രീതിയിൽ ബ്രദർ ഡോക്ടർ എം മാത്യു പറയുന്നതായ ഈ വിശ്വാസം ഉണ്ടല്ലോ, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ല, പാമ്പിനെ കാണുമ്പോ തല കാണിക്കലും മീനിനെ കാണുമ്പോ വാല് കാണിക്കലും ചെയ്യുന്ന സ്വഭാവം മാറ്റിയിട്ട് അവരാരെ കണ്ടാലും തല മാത്രം കാണിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ അതിനെ അംഗീകരിക്കാൻ എം മാത്യുവിനെ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ സ്വാഗതം ചെയ്യും. അപ്പൊ എഞ്ചിനീയർ അഭിപ്രായത്തില് കമ്മലും മാല ഇട്ടുകൊണ്ട് ആരാധിച്ചുകൊണ്ടോ, സിനിമ കണ്ടോണ്ടോ, ടി വി കണ്ടോണ്ടോ, ഞായറാഴ്ച നമ്മള് പേർക്കൂത്തുകൾ കണ്ടിട്ട് ആരാധിച്ചുകൊണ്ടോ നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കാതിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ പറഞ്ഞ മത്തായിച്ചിനെ അറിയാം, ചാക്കോച്ചാനെ അറിയാം, ഇവരെല്ലാം ടി വി കാണുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്, അവര് എല്ലാ പേർക്കൂത്തിലും പോകുന്നുണ്ട്. അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാർത്ഥന എന്റെ കണ്ണുകൊണ്ടേ കണ്ടോണ്ടിരിക്കുക. അതിന് ഞാൻ തെറ്റായിട്ട് കാണുന്നില്ല. അതായത് ഒരു മിനിറ്റ്, ഇപ്പോ ഡോക്ടറുടെ അഭിപ്രായ പ്രകാരം ഈ ലോകത്തിൽ നിന്ന് കംപ്ലീറ്റ് വേർപെടുകയാണെങ്കിൽ വിശുദ്ധിയോടുകൂടി തന്നെ വേർപെടണം, വെള്ളവസ്ത്രധാരിയാകണം, ആഭരണങ്ങൾ ഒഴിവാക്കണം, ഈ സിനിമ ലോകത്തിലുള്ള സകലവിധ ജഡമോഹങ്ങളും കൺമോഹങ്ങളും എല്ലാം എടുത്തു കളഞ്ഞ് വെറും ഒരു ആത്മീകനായിട്ട് ജീവിക്കുകയാണെങ്കിൽ അയാളെ പെന്തിക്കോസ്ത് വിശ്വാസമായിട്ട് അംഗീകരിക്കാമെന്നും അതിനോട് പൂർണ്ണ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള ഒരു ഫോർമുലയാണ് ഡോക്ടർ മത്തായി പറഞ്ഞത്. അഡ്വക്കേറ്റ് അതിനെ കുറിച്ചിട്ടുള്ള തീർച്ചയായിട്ടും വളരെ നല്ല അഭിപ്രായമാണ്. പക്ഷെ എല്ലാവർക്കും അതേപോലെ ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം നമുക്ക് വിശുദ്ധി നേടാമോ അത്രയും വിശുദ്ധി സ്ഥാപിക്കാം. അല്ല, പെന്തക്കോസ്ത് വിശ്വാസത്തില് വേർപാട് അനുഷ്ഠിക്കണമെന്ന് നിങ്ങൾ ഉപദേശിക്കുമ്പോൾ നിങ്ങളുടെ തന്നെ ഭവനങ്ങളില് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നാണല്ലോ ഡോക്ടർ പറയുന്നത്. അങ്ങനെയുള്ളത് നീക്കിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടി നമ്മൾ വിഭാഗത്തിന് നിങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസി എന്ന് പറയോ? അത് പറയാൻ പറ്റത്തില്ല. മുഴുവനായിട്ട് മാറ്റിയവരെ മാത്രമേ പെന്തക്കോസ്ത് വിശ്വാസി എന്ന് പറയത്തുള്ളൂ. വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നതിന് അല്ല, വിശുദ്ധി എന്ന് പറയുന്നതാണല്ലോ വേർപാട്. വിശുദ്ധി എന്ന് പറയുന്നതാണല്ലോ ഈ വേർപാട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ അഡ്വക്കേറ്റ് ഒരു ഭാഗത്ത് മാത്രമേ നിൽക്കണേ. ഇത് ഞാനിങ്ങനെ ചെയ്താൽ മാത്രമാണ് അവർ അംഗീകരിക്കുന്നുള്ളൂ എന്ന് പറയണേ. പക്ഷെ അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടാൻ അവർ സാധിക്കില്ല. അവർ പാസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അഡ്വക്കേറ്റ് പറയാൻ തയ്യാറാണല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും നോക്കേണ്ട കാര്യമില്ല. എത്രയോ പേര് വിശുദ്ധിയോട് ജീവിക്കുന്നു, അവരെ നോക്കാം. അല്ല, ഇപ്പൊ വിശ്വാസികൾ ഇപ്പൊ പെന്തക്കോസ്ത് ദേവദാസന്മാരെയും വിശ്വാസികളെയും നോക്കിയിട്ട് അദ്ദേഹത്തിന് ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തോട് യോജിക്കാൻ പറ്റത്തില്ല എന്നാണ്. ഡോക്ടർ അങ്ങനെ പൂർണ്ണമായിട്ട് ചെയ്ത് കാണിക്കും. അല്ല, ഇപ്പൊ നിങ്ങളെ ഇപ്പൊ പെന്തക്കോസ്ത് വിശ്വാസികളെ നിങ്ങൾക്ക് ഞങ്ങൾ കാണാൻ വേറെ വല്ല എന്തെങ്കിലും വിഭാഗങ്ങൾ ഉണ്ടോന്നാ ചോദിക്കുന്നത്. നിങ്ങളെ വിശ്വാസികളെ കണ്ടിട്ട് ഞങ്ങൾക്ക് വിശ്വാസത്തിൽ ഇറങ്ങാൻ പറ്റൂ. കമ്മലും മാലയും ഇട്ടില്ലെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകുന്നുള്ള പ്രിയ അഡ്വക്കേറ്റ് അതോട് അംഗീകരിക്കുന്നില്ല. സ്വർഗത്തിൽ പോകാൻ കമ്മലും മാല ഇട്ടെങ്കിലും പോകാം എന്നാണ് എന്റെ തത്വം. പോകത്തില്ല എന്നല്ല, കമ്മലും മാല ഊരിൻ്റെത് ഒരു ദൈവവൈദ്യലിന്റെ ഒരു കടമയാണ്. അതായത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലൊന്നും പാടില്ല. കാര്യം ഞങ്ങളുടെ സമയം കമ്മലും മാല ആരാധിക്കുന്നു. അപ്പൊ ഈ ഡോക്ടറുടെ അഭിപ്രായ പ്രകാരം നോക്കേണ്ടുന്ന ആരെയാണെന്നുള്ളതാണ്. ആരെ നോക്കില്ല
ഒരു സംശയം എനിക്ക് പറയാനുണ്ട്. ഈ കമ്മലും മാല ഇടുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന് നമ്മുടെ ഒരേ രാജ്യങ്ങൾക്ക് അതിന്റേതായ ചില നിയമങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ പല മതസ്ഥരുണ്ട്. അപ്പൊ അവര് ഒരു വിവാഹം കഴിഞ്ഞ് മനസ്സിലാക്കണേ, ഒരു പെണ്ണും ഒരു ഭർത്താവും ഒരു ഭാര്യയും കൂടെ പോകുമ്പോ അവർ മനസ്സിലാക്കണം ഒന്നുകിൽ അവരുടെ താലിയിൽ നിന്നാ. നിങ്ങളുടേതായി പെന്തക്കോസ് എന്ന് പറയുന്ന സമൂഹത്തിന് പോകുമ്പോ ഇവന് തൊടുന്നതിലും പിടിച്ചോണ്ട് വന്നതാണോ അവന്റെ ഭാര്യയാണോ എന്ന് തിരിച്ചറിയാൻ യാതൊരു മാർഗമില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ന് പറയാൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളൊരു സർക്കിളിൽ ഒതുക്കുക. എന്റെ ഭാര്യ ആഭരണം ഇടാൻ പാടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ആഭരണം ഇടാൻ പാടില്ല, അത് തികച്ചും ആപത്തിലേക്കല്ല നയിക്കുക. അതിനൊന്നും ഉത്തരം പറഞ്ഞ അഡ്വക്കേറ്റ് പറഞ്ഞാൽ എനിക്ക് ഇത് ഒരു പ്രൊഫസർ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. ഡോക്ടറിന്റെ അഭിപ്രായ പ്രകാരം സ്വർണ്ണവും മാലയൊക്കെ ഇട്ട് പോയാൽ മാത്രമാണ് ഒരു ഭാര്യ ഭർത്താവ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു താലിയൊക്കെ കണ്ടു കഴിയുമ്പോ അതുപോലെ എന്തെങ്കിലും കിട്ടാലാണ് നാട്ടു ജനങ്ങള് അതിനെ അംഗീകരിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഡോക്ടറുടെ അഭിപ്രായം. പിന്നെ ഡോക്ടർ പറയുന്നത് വിശ്വാസിയാണെങ്കിൽ വിശ്വാസി, അല്ലെങ്കിൽ അല്ലാതെ. അപ്പൊ എഞ്ചിനീയറുടെ അഭിപ്രായ പ്രകാരം സ്വർണ്ണവും മാലയോ എന്തെങ്കിലും ഒക്കെ ആവാം, ഇതൊക്കെ ആയാലും വിശ്വാസി ആയാൽ മതി എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് സാർ പറയുന്നത് ഇതൊന്നും പാടില്ല, വിശ്വാസി എന്ന് പറഞ്ഞാൽ തികച്ചും വിശ്വാസത്തോടു കൂടി പൂർണ്ണമായ വേർപാടുകൂടി ജീവിക്കണം എന്നുള്ള. പ്രൊഫസർക്ക് പ്രൊഫസറുടെ സ്വയം ഒപ്പീനിയൻ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. നാം ഇന്ന് വളരെ ചിന്തിക്കേണ്ട ചില അഭിപ്രായങ്ങൾ മാന്യ ഡോക്ടറിൽ നിന്നും അഡ്വക്കേറ്റിൽ നിന്നും അതുപോലെ എഞ്ചിനീയറിൽ നിന്നും നാം കേൾക്കുന്നുണ്ടായി. യഥാർത്ഥമായിട്ട് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ തന്നെ ഇവരുടെ 3 പേരുടെയും അഭിപ്രായം കേട്ട് കഴിഞ്ഞതിന് ശേഷം എവിടെ ആയിരിക്കുന്നെന്ന് ഒരു പിടിയില്ലാത്തൊരവസ്ഥയിലാണ്. ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ ദൈവത്തെ പൂർണ്ണമായ വിശുദ്ധിയോടും വേർപാടോടും കൂടി ആരാധിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവനായിരുന്നാലും ഒരുവൻ ആത്മീയനായിട്ടുള്ള ജീവിതം നയിക്കുന്ന അവസ്ഥ ഒരുവന്റെ ജീവിതത്തിലുണ്ട്. യഥാർത്ഥമായി പിൻപറ്റുന്ന ഒരു കൂട്ടം. ഇതിൽ 3 പേരുടെ അഭിപ്രായത്തിൽ നിന്ന് നാം കാണുന്നത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ ദേഹീപരനായ ഒരു മനുഷ്യന്റെ അഭിപ്രായവും ജഡീകനായ ഒരു മനുഷ്യന്റെ അഭിപ്രായവും ആത്മീയനായ ഒരു മനുഷ്യന്റെ അഭിപ്രായവും. എന്നെ കേൾക്കുന്ന മാന്യ കേൾവിക്കാര്, നിങ്ങൾ ദൈവത്തെ പിന്തുടരുമ്പോൾ പ്രിയ ബഹുമാനപ്പെട്ട ഡോക്ടറോടും അഡ്വക്കേറ്റിനോടും എഞ്ചിനീയറിനോടും എൻ്റെ വ്യക്തിപരവും എൻ്റെ നിഷ്പക്ഷമായ അഭിപ്രായം പറയുകയാണെങ്കിൽ, ദൈവത്തെ നിങ്ങൾ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തെ നിങ്ങൾ പിൻപറ്റുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ ആത്മാവിനാൽ നടത്തിക്കപ്പെടും. ജഡത്തിൻ്റെ ഇച്ഛകൾക്ക് വശംവദരായി നാം ജീവിക്കണമോ, ദേഹീപരമായ അതായത് നമ്മുടെ സെൽഫ് പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിപരമായ ആ സ്ഥാനത്തെ മോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് നാം ജീവിക്കണം, അതോ യഥാർത്ഥമായി ഒരു ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന, വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ജീവിതം നാം കെട്ടിപ്പടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ മാന്യ ശ്രോതാക്കൾക്ക്, മാന്യ കേൾവിക്കാർക്ക് ഞാൻ വിട്ടുതരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് ദൈവമക്കളായ നമ്മൾ തന്നെ വളരെ ശക്തിയോടുകൂടി, വളരെ ശക്തിയായി അഡ്വക്കേറ്റ് പറയുകയുണ്ടായി. ആഭരണങ്ങളെല്ലാം ഉപയോഗിച്ച് എല്ലാം ഒഴിവാക്കി ദൈവത്തിന്റെ പൈതങ്ങളായി ജീവിക്കുന്ന ദൈവമക്കൾ വേർപാട് വിശുദ്ധി അനുഷ്ഠിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അവർ അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവർക്ക് ദൈവത്തിങ്കിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ഇടവരുമെന്ന്. മധ്യസ്ഥനായി നമുക്ക് നോക്കുവാനുള്ളത് ഒരേ ഒരാളെ മാത്രമാണ്, അവൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. മീശ പഠിച്ചതിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളതിനെ കുറിച്ചോ ഒരു പ്രത്യേക ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ലോകത്തിൽ നാം നോക്കുമ്പോൾ കോളേജ് സ്റ്റുഡൻസ് പോലും, വളരെ സ്റ്റൈലിൽ പോകുന്ന സ്റ്റുഡൻസ് പോലും മീശ എല്ലാം എടുത്ത് അവർ പോകുന്നുണ്ട്. എന്നാൽ മീശ പഠിക്കുന്നു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആഭരണം ഇടുന്നില്ല, അല്ലെങ്കിൽ TV കാണത്തില്ല, അല്ലെങ്കിൽ ആഡംബര മോഹത്തിൽ പോകത്തില്ല എന്ന് ചിന്തിക്കുന്നത് ഒരു ദൈവ പൈതലിനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിന്റെ ഓരോ സ്റ്റെപ്പാണെന്നുള്ള കാര്യം നാം ആരും മറന്നു പോകരുത്. ഒരു ദൈവമക്കളുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവർ വ്യാപരിക്കാൻ ആരംഭിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം വരും, ഒരു പുതിയ സൃഷ്ടിയായി മാറും. അവർ കർത്താവിനെ മാത്രം മാതൃകയാക്കി നോക്കിക്കൊണ്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിലുള്ള ഒരു ആഡംബരങ്ങളും അവർക്ക് വലുതായി തോന്നത്തില്ല. അവരുടെ ജീവിതത്തിൽ ഏറ്റവും ലളിതമായത് അവർ തെരഞ്ഞെടുത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ട് അവനെ പിൻപറ്റിക്കൊണ്ട് അവന്റെ മാതൃകയിൽ അവനെ തന്നെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ ദൈവമക്കളായ നമുക്ക് എല്ലാവർക്കും ഇടവരട്ടെ. ഇതുപോലെ ഒരു പ്രോഗ്രാം തയ്യാറാക്കിയതിൽ ഇതിനുവേണ്ടി സഹകരിച്ച ബ്രദർ പ്രൊഫസർ ഫെർണാണ്ടസ്, ഡോക്ടർ മാത്യു, അഡ്വക്കേറ്റ് ബ്രദർ വിജു ആൻഡ് എഞ്ചിനീയർ തോമസ് അവர்களോടും എന്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ചയിൽ സമയത്ത് കാണുന്നതാണ്. അതുപോലെ മറ്റേ സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഇതുപോലൊരു അവസരം തന്ന ദൈവത്തിന് നിങ്ങൾക്ക്
ഒരു നാളിൽ മനം തേങ്ങി അപരാധബോധമോടെ അനുതാപമെന്നിൽ നിറഞ്ഞു എന്നേശു അണഞ്ഞു ചാരേ തവ സ്നേഹധാരയായി തഴുകാൻ കരുണാദ്ര സ്പർശമേകി മൃതനായിരുന്ന എന്നെ നവസൃഷ്ടിയാക്കി നാഥൻ ഒരു നാളിലൻ മനം തേങ്ങി അപരാധം തീർത്തിടുന്ന സ്നേഹം തന്നിടുന്നു കനവുകൾ പൂവണിഞ്ഞു ഈ ആനന്ദം ഹായൻ ഭാഗ്യം വാഴ്ത്തിപ്പാടാൻ കീർത്തിച്ചിടാൻ ഉണരൂ മനമേ പാടൂ ഒരു നാളിലൻ മനം തേങ്ങി അപരാധബോധമോടെ അനുതാപമെന്നിൽ നിറഞ്ഞു എൻ യേശു അണഞ്ഞു ചാരേ നിർമ്മലനായി ഞാനിതാ സാക്ഷ്യം എന്നും നൽകാൻ ലോകം രക്ഷ നേടാൻ ശാന്തിനം ദൂതനാകാൻ സ്നേഹിച്ചിടാൻ നിന്നാമത്തെ സേവിച്ചിടും നിന്നെ മാത്രം തുണയായി വരണേ നാഥ ഒരു നാളിലൻ മനം തേങ്ങി അപരാധബോധമോടെ അനുതാപമെന്നിൽ നിറഞ്ഞു എൻ യേശു അണഞ്ഞു ചാരേ തവ സ്നേഹധാരയായി തഴുകാൻ കരുണാദ്ര സ്പർശമേകി മൃതനായിരുന്ന എന്നെ നവസൃഷ്ടി ആക്കി നാഥൻ ഒരു നാളിലൻ മനം തേങ്ങി. ദൈവത്തിന് സ്തോത്രം. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ തന്നെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സ്പെഷ്യൽ പ്രോഗ്രാമായ ഞാൻ ഒരു കഥ പറഞ്ഞ് കാണിക്കാൻ നല്ലതാണ്. ഒരു കഥ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് മൃഗങ്ങളുടെ ഭാഷ ആർക്കെങ്കിലും അറിയാം? മൃഗങ്ങളുടെ ഭാഷ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അറിയാമെന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ പറയുന്ന കഥയിൽ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. നമ്മുടെ ക്രിസ്തുയേശു ഹെരോദാവിൻ്റെ കാലത്താണ് ജനിക്കുന്നത്, അറിയരുത് അല്ലേ? ബേത്ലഹേമിൽ പുൽക്കൂട്ടിലാണ് അല്ലേ ജനിക്കുന്നത്. ജനിക്കാനുള്ള ആ നേരത്തെ സാഹചര്യം നമുക്കറിയാമല്ലോ അല്ലേ? എന്താണ്? അന്ന് ഹെരോദാവ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനിക്കുന്ന ആൺകുട്ടികളെയൊക്കെ കൊന്നു കളയണമെന്ന് അവിടുത്തെ രാജാവ് ഹെരോദ് രാജാവ് അല്ലേ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജനിക്കുന്ന ആൺകുട്ടികളെ ഒക്കെ കൊന്നു കളയുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് യോസേഫ് ഗർഭിണിയായ മറിയാമിനെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് പോയി? ബേത്ലഹേമിലേക്ക് പോവുക. ഈജിപ്തിലേക്ക് പോകുന്ന വഴി അവർ ബേത്ലഹേമിൽ വന്നു. ബേത്ലഹേമിൽ വരുമ്പോൾ മറിയാമിന് വളരെ വിഷമമായി. ഇത് കുഞ്ഞിനെ പ്രസവിക്കാൻ വളരെ വേദന, വളരെ പ്രയാസങ്ങളായി. യോസേഫ് വളരെയധികം പ്രയാസപ്പെടുകയാണ്. അങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്തായി? അവരൊരു വീട്ടിൽ ചെന്നു. അവിടെ ഒരു വീട്ടിൽ ചെന്നിട്ട് കഥയിൽ ചെന്ന് തട്ടിയപ്പോഴത്തേക്ക് ആ വീട്ടിലെ ആ അച്ഛനും അമ്മച്ചി ഇറങ്ങി വന്നു. എന്താണെന്ന് ചോദിച്ചു. വിവരം എന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരതിന് ഇടം കൊടുത്തില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്കിവിടെ സ്ഥലമില്ല, ഇങ്ങനെയുള്ള വയ്യാവേരി ഒന്നും ഇവിടെ വേണ്ട എന്നും പറഞ്ഞ് കഥ കടച്ച് അവർ കയറി. പാവം യോസേഫ് എന്ത് ചെയ്യും? ആ മറിയാമിനെയും കൂട്ടിക്കൊണ്ട് പാവം ഒരു കഴുതയുണ്ട്, കഴുതപ്പുറത്താണ് മറിയാമിനെ തൊട്ടടുത്ത വീട്ടിൽ ചെന്നു.
അവിടെയും ചെന്ന് തട്ടിയപ്പോഴത്തേക്ക് അവിടെ ഒരു അമ്മച്ചി വന്നു. അമ്മച്ചി ഇറങ്ങി വന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ വേണേൽ ചെയ്തു തരാം, പക്ഷേ ഇവിടെ ഇടമില്ല എന്ന് പറഞ്ഞ ആ അമ്മച്ചി നമ്മുടെ ഉണ്ണിയേശുവിനെ ജനിക്കാൻ ആരും ഒരു സ്ഥലം പോലും കൊടുത്തില്ല. പാവം യോസേഫ് ആ മറിയാമിനെയും കൊണ്ട് നടന്ന ആ കാഴ്ച ഒന്ന് ചിന്തിച്ചു നോക്കി അല്ലേ? എന്ത് ഭാരപ്പെട്ടിട്ടുണ്ടാവും, വളരെ വേദനയോടെ കഷ്ടപ്പെട്ട് അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു സത്രമാണ്. സത്രം എന്ന് പറഞ്ഞാൽ അറിയാവോ, ഈ നമ്മുടെ നാട്ടിലെ മാർക്കറ്റ് പോലെ. അതായത് വഴിയാത്രയിൽ അന്നത്തെ കാലത്ത് മാടുകളെ കൊണ്ടൊക്കെ സഞ്ചരിക്കും ആൾക്കാർ. അന്ന് വലിയ ലോറിയും വണ്ടിയൊന്നും ഇല്ലല്ലോ. മാടുകളെ കൊണ്ടൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചു കിലോമീറ്റർ താണ്ടി ചെന്നതിന് ശേഷം ഇരിക്കാനായിട്ട് വിശ്രമിക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ് സത്രം എന്ന് പറയുന്നത്. ഈ സത്രത്തിലാണ് ഇവർ ചെന്നിരിക്കുന്നത്. അവിടെയൊക്കെ ആടുമാടുകളുണ്ട്. പലരും പലയിടത്തും ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. രാത്രിയുടെ യാമത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മറിയാമിനെയും കൊണ്ട് യോസേഫ് സാവകാശം ഒരു പുൽക്കൂട്ടിൽ പോവുകയാണ്. അവിടെ ആടുമാടുകളൊക്കെ ഉണ്ട്. പലരും ഇങ്ങനെ വന്ന് മേഞ്ഞു കൊണ്ട് കിട്ടുക പോവുക. സത്രമാണ്, എല്ലാവർക്കും ഉപയോഗിക്കാമോ. അവിടെ ചെന്ന് ഈ മറിയാമ്മ ഉണ്ണിയേശുവിന് ജന്മം നൽകി. ദൈവത്തിന് സ്തോത്രം. ഉണ്ണിയേശുവിന് ജന്മം നൽകി. എവിടെയാ? പുൽക്കൂട്ടിലല്ലേ അല്ലേ? ആ പുൽക്കൂട്ടിലെ ജന്മം നൽകി. പുൽക്കൂട്ടിലെ ജന്മം നൽകി കഴിഞ്ഞപ്പോൾ ഇത് ആദ്യം കാണുന്ന ഒരു വ്യക്തിയാണ്. ആരാന്ന് പറയാം? ഉണ്ണിയേശുവിന് ആദ്യം ജന്മം നൽകി. ഉണ്ണിയേശു കൽത്തൊട്ടിലായി. ദൈവത്തിന് സ്തോത്രം. മറിയാമുണ്ട്, യോസേഫും. മറിയാം ഒരു തുണിശീലയിൽ ശിശുവിനെ പൊതിഞ്ഞിരിക്കുമ്പോൾ അവിടെ അടുത്ത് ആദ്യം ഒരാള് കണ്ടു. ആരാന്ന് പറയാം? പശുക്കിടാവ് കണ്ടു. പശുവുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, കോഴിയുണ്ട്, ഈ എല്ലാം ഉണ്ട് അവിടെ. സത്രമല്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആദ്യം കണ്ടത് മരക്കൊമ്പത്തിരുന്ന കോഴിപ്പൂവൻ. മരക്കൊമ്പത്തിരുന്ന കോഴിപ്പൂവനാണ് ഉണ്ണിയേശു പിറന്ന വിവരം കണ്ടത്. ഈ കോഴിപ്പൂവൻ എന്ത് ചെയ്തു? കോഴിപ്പൂവൻ എങ്ങനെ വിളിച്ചു പറഞ്ഞു? അതാ കോഴിപ്പൂവൻ പറഞ്ഞോ? അതല്ല, കോഴിപ്പൂവൻ പറഞ്ഞ എന്നാന്നറിയോ? ഉണ്ണി പിറന്നു. കേട്ടോ, എനിക്കറിയാം ആ ഭാഷ കോഴി പറയുന്നത്. ഉണ്ണി പിറന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു കോഴിപ്പൂവൻ. തൊട്ടടുത്ത് ഈ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് തൊട്ടടുത്ത സത്രത്തിലിരുന്ന് വേറൊരാൾ ചോദിച്ചു. പശു, തൊട്ടടുത്ത സത്രത്തിലുണ്ടായിരുന്നു പശു. പശു എങ്ങനെയാ കരയും? ചിലതങ്ങനെ കരയും. അത്ര വലിയ പശു അല്ലാത്തത് എങ്ങനെ കരയും? നീ പശു എന്തോ ചോദിച്ചു? എവിടെ? അത് പെട്ടെന്ന് പശു കരഞ്ഞ എങ്ങനെയാ? പശു ചോദിച്ചെന്താ? ഒഴുക്കുവാൻ ഉണ്ണി പിറന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് പശു അടുത്ത പത്രത്തിൽ ഇരുന്നോണ്ട് വിളിച്ചു ചോദിച്ചു എവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന വേറൊരു മൃഗമുണ്ട്. എന്താണെന്നറിയാവോ? അതേ കൊഴുപ്പൂവിലിരുന്ന ആ മരത്തിന്റെ ചുവട്ടിലുണ്ട് ആ മൃഗം. ആട്. ആടെങ്ങനെ കഴിയുന്നേ? ആട് അവിടെ ഉടനെ എന്താ പറഞ്ഞെന്നറിഞ്ഞോ? ബെത്ലഹേമിൽ. അപ്പം ആട് പറഞ്ഞത് ഉണ്ണി എവിടെ പിറന്നെന്നാ പറഞ്ഞേ? ബെത്ലഹേമിൽ. അല്ലാതെ കരയാൻ നമുക്കറിയാം. ഇങ്ങനെയല്ല, ആട് പറഞ്ഞത് ബെത്ലഹേമിൽ. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. ആരൊക്കെ ഉണ്ട്? കോഴി പറഞ്ഞു ഉണ്ണി പിറന്നു. അപ്പൊ അത് എവിടെയെന്ന് ചോദിച്ചു പശു. പശു ചോദിച്ചു എവിടെ? ആടെന്ത് പറഞ്ഞു? ബെത്ലഹേമിൽ. ഉടനെ ഇവരെല്ലാരും കൂടെ അങ്ങ് ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു കക്ഷി അവിടെ നിൽപ്പുണ്ട്. ആ പുള്ളി ഉടനെ പറയുക നമുക്ക് പോവാം. എങ്ങനെ പറഞ്ഞു? പട്ടി എങ്ങനെ അറിയാൻ? വലിയ അൽശേഷം പെട്ടിയാ. അൽശേഷം പെട്ടി എങ്ങനെ കരുതി? നമുക്ക് പട്ടി ഉടനെ അവിടെ അടുത്ത് നിന്നോണ്ട് എന്ന് പറയുന്നറിയാം. ഇവര് 4 പേരായി. ഇവര് 4 പേരും കൂടെ നല്ല സന്തോഷമായിട്ട് ഇറങ്ങി ഓടി വന്നിരിക്കുക. തോമ പെട്ടെന്ന് സൈക്കിൾ എടുത്തോണ്ട് ഓടി. പുതിയൊരു ബെല്ല് മേടിക്കാൻ ഇത് കൊടുത്തിട്ട് പുതിയ ബെല്ല് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ തോമ പോയി വേറൊരു ബെല്ല് മേടിച്ചോണ്ട് വന്നു. അച്ഛൻ്റെ വന്നു. അച്ഛൻ കുളിച്ചോണ്ടിരിക്കുക. അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നു. അപ്പോൾ ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. പരിമല ജംഗ്ഷനാണ് സംഭവം. അവിടെ അച്ഛൻ്റെ മുറിയിലാണ് നടക്കുന്നത്. പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിച്ചു. തോമ നീ കൊണ്ടുവന്നോ? കൊണ്ടുവന്നു. ശരി എന്നാ നോക്കട്ടെ, നാളെ നമുക്ക് കുർബാനയ്ക്ക് ഈ മണി തന്നെ ഉപയോഗിക്കണം എന്നും പറഞ്ഞോട്ട്
എടുത്തോണ്ട് വന്ന ആ ബെല്ലാണ് അതായത്. രണ്ടാമത് പ്രാവശ്യം മേടിച്ചോണ്ട് വന്ന ബെല്ലാണ്. എങ്ങനെയുണ്ട്? ആ കണ്ടോ, ഈ നാക്കിന് നീളം കൂടി കഴിഞ്ഞാ ഈ ബെല്ല് കൊണ്ട് എന്ത് ചെയ്യാൻ ഓർത്തത്? നാക്കിന് നീളം കൂടിയ ബെല്ല് മേടിച്ചോണ്ട് വന്നിരിക്കുക ഈ തോമ. എന്ത് ചെയ്യുന്നു നമ്മുടെ അവസ്ഥ? ക്രിസ്തുവേശുവിൽ പ്രിയരെ, നിങ്ങൾ ആരും ദേഷിക്കും. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ വിശ്വാസി എന്ന് പറയുന്നത് ദൈവമക്കളെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നത് നമ്മളായിരിക്കുന്നിടങ്ങളിൽ നമ്മുടെ നാക്കുകൾ വളരെയധികം നീണ്ടുപോകുന്ന കർത്താവ് പ്രിയരെ, നിങ്ങൾ ചിന്തിച്ചാൽ ഞാൻ വിശ്വാസിയാണെന്ന് പറയുന്നത് കണ്ടമാനം വർത്താനം പറഞ്ഞ് നമ്മളെല്ലാവരും പറയും അവൻ്റെ നീളം നാക്കിൻ്റെ നീളത്തെ ഇത്രയും അല്ലെങ്കിൽ അവൾ വർത്താനം പറയാൻ തുടങ്ങിയ വിശ്വാസികളായിട്ടുള്ള നമ്മൾ വ്യാപാരം വിശുദ്ധീകരിച്ച് ജീവിക്കുമ്പോൾ ഈ മണിയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നാം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ മണിക്ക് നാക്ക് കൂടിപ്പോയി, വേറെ യാതൊരു കുഴപ്പവുമില്ല. നല്ല ഭംഗിയായ ഒരു മണിയാണ്. ഈ മണി നല്ല സുന്ദര സാധനമാണ്. ഏറ്റവും വില കൂടുതൽ 10,200 രൂപ കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്ന ഒന്നാന്തരം മണിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്ത് ചെയ്യാനും എടുത്ത് ദൂരെ കളയാനേ പറ്റും അല്ലേ? അതാ ഉണ്ടാക്കി വേണ്ടി എനിക്ക് തിന്ന് വേണം ഇനി അത് ചേഞ്ച് ആക്കണമെന്നുണ്ട്. നാക്ക് നീളം കൂടി പോയി അടിച്ചാൽ സൗണ്ട് കിട്ടും. ഒരിക്കലും ഇങ്ങനെ നാക്കിന്റെ നീളം കൂടുതൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കരുത്. ഓക്കെ, അതുകൊണ്ട് ഈ അച്ഛൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു, അച്ഛനങ്ങ് ദേഷ്യം. അച്ഛനെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് സമയം ബെല്ല് വേണം എന്നാണ്. കൂടുതൽ അച്ഛൻ തോമയോട് പറഞ്ഞു, തോമ ഇനി നിന്നോട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിനക്കൊരു കാര്യത്തിനും ഒരു ഉത്തരവാദിത്തം ഇല്ല. നിനക്ക് കമ്മീഷൻ അടിക്കാനുള്ള പരിപാടിയാണ്. നീ 10,500 രൂപ കയ്യിൽ മേടിച്ചോണ്ട് പോയിട്ടില്ലേ? നീ എന്താണ് ഇത് സാധനം നോക്കി മേടിക്കാത്തത്? നീ ചെന്ന് നല്ലപോലെ ഒരെണ്ണം നോക്കി മേടിച്ചോണ്ട് പോകാമെന്ന് പറഞ്ഞു ഒരു കിടുക്കും കൊടുത്താവനെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ തോമ പറഞ്ഞാക്കി വെച്ചാൽ ഞാനത് മാറ്റിക്കൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ തോമ ഇറങ്ങിപ്പോയി. ഓടിപ്പോയി ആ കടയിൽ ചെന്നിട്ട് കുഞ്ഞാട്ടിക്കാരൻ്റെ കട കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, പാപ്പ ഇത് സംഗതി ഒക്കുന്നില്ല, ഇത് 2 കൊണ്ടിട്ട് തിരിച്ചു പോയി കാണുമല്ലോ, അങ്ങനെയാണെന്ന് നല്ല ബെല്ല് തരണമെന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ബെല്ല് മേടിച്ചോണ്ട് നല്ലൊരു ബെല്ല് മേടിച്ചോണ്ട് വന്ന് അച്ഛൻ്റെ ഇരിക്കാൻ കൊണ്ട് കൊടുത്തിരിക്കും. ഇതെന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശരിയാ, ഈ ബെല്ലിന് ഒരു ചെറിയ ക്രാച്ചുണ്ട് കണ്ടോ ഈ സൈഡില. പക്ഷെ ഇത് അദ്ദേഹം കണ്ടില്ല. ഈ ക്രാച്ചുള്ള ബെല്ല് മേടിച്ചോണ്ട് വന്ന് അച്ഛൻ്റെ കൊടുത്തിരിക്കുക. അച്ഛനിങ്ങനെ തൂത്തും എല്ലാം നോക്കുമ്പോഴത്തേക്ക് ഇതാ സൈഡിൽ ഇങ്ങനെ ഒരു പൊട്ടൽ വിളിച്ചു പോകും. തോമായെ ഇതാ ഇത് പൊട്ടിയിരിക്കുന്നതാണ്, നിന്നെ കൊണ്ടൊരു കാര്യത്തിനും കൊള്ളില്ല, കൊണ്ടുപോകും, ഇത് മാറ്റിക്കൊണ്ട് പോകാമെന്നും പറഞ്ഞോണ്ട് പ്രശ്നമുണ്ടായി. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു നിമിഷം ചിന്തിച്ചാൽ ഈ മണിയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ പൊട്ടിയ ബെല്ലിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ സൗണ്ട് കേൾക്കുന്നത്? പറ സൗണ്ട്, അവസരങ്ങൾ അല്ലേ? അവസരങ്ങളുണ്ടാകും നമ്മുടെ ദൈവസഭയിൽ. നമ്മളെ കൂടി വരുന്നത് ദൈവമക്കളെ കൂടുന്നത് അവസരങ്ങൾ ഉണ്ടാക്കാനും പറ ശബ്ദങ്ങൾ ഉണ്ടാക്കുവാനും ഒരു തകർച്ചയുടെ ഒരു അനുഭവം, ഒരു കലഹത്തിൻ്റെ ഒരു അനുഭവം അല്ലേ? അതാണ് ഈ മണി നമ്മളെ കാണിക്കുന്നത്. ഈ ബെല്ല് കാണിക്കുന്നത് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് വെച്ച് നമ്മൾ അടിച്ച് ഉപയോഗിച്ചിരുന്നാൽ എങ്ങനെയിരിക്കും? ഇത് വെച്ച് ഉപയോഗിച്ചിരുന്നോ ഒരു വല്ലാത്ത സൗണ്ടായിരിക്കും. ഈ ഉടഞ്ഞിരിക്കുന്ന മണി അടിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത സൗണ്ട്, നല്ല സൗണ്ട് കിട്ടത്തില്ല. ക്രിസ്തുവിന് വേണ്ടി തിളങ്ങുന്നവർ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ നല്ല മുഴക്കത്തോട് കൂടി തന്നെ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നവരായിരിക്കണം. കൂടുതൽ അച്ഛൻ വളരെയധികം വഴക്ക് പറഞ്ഞ് തോമയുടെ ഇത് തിരിച്ചു കൊടുത്തു വിടാന്നൊക്കെ ഇടയായി. അങ്ങനെ തോമ തിരിച്ചു പോയി കുഞ്ഞാണ്ടിച്ചേട്ടൻ്റെ കൈ കൊടുത്തിട്ട് വേറെ ഒരു നല്ല ഒരു ബെല്ല് മേടിച്ചോണ്ട് പോയില്ല. അതാണ് ആ ലാസ്റ്റ് മേടിച്ചോണ്ട് വന്ന ബെല്ലാണ്. ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഇതൊരു നല്ല ബെല്ലാണ്. ഇതൊരു നല്ല ബെല്ലാണ്. ഈ ബെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അതിൻ്റെ മുഴക്കം ക്ലിയർ ആയിട്ട് ഇതിൻ്റെ എല്ലാം അല്ലേ, അതിൻ്റെ പണിയും നാട്ടിലും ചെറുതാണ്, എല്ലാം ക്ലിയർ ആയിരിക്കും. അത് ബെല്ല് ഉപയോഗിച്ച് കഴിയുമ്പോൾ ശരിയായിട്ടുള്ള മുഴക്കം കിട്ടും. ഈ നല്ല ബെല്ല് പോലെയായിരിക്കണം കർത്താവ് നമ്മുടെ നമ്മൾ ദൈവസഭയിൽ കൂടി വരുമ്പോഴും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ക്രിസ്തുവിന് വേണ്ടി കൂടുതൽ പ്രയോജനമുള്ളവരായി തീരാൻ, ക്രിസ്തുവിന് വേണ്ടി അതിന്റെ യഥാർത്ഥമായ രീതിയിൽ നമ്മൾ മുഴങ്ങണമെങ്കിൽ നല്ല ബെല്ല് പോലെയായിരുന്നു. കർത്താവ് പ്രിയരെ, ഈ കണ്ട ഈ കഥ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണപാഠമായി ഒരു അനുഭവമായി തീരുന്നത് ഞാൻ പ്രാർത്ഥനയോടുകൂടി ഈ വിഷയത്തിൽ. I thank God for giving me an opportunity to talk to you about the Word of God. Today I would like to speak to you a few thoughts about love.
Love is the most important thing in our life. Let us read John chapter 3 verse 16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. For God loved the world so much that he gave his only son, so that whoever believes in him shall not die but have eternal life. This is the greatest love that God showed to us. There are two kinds of love. One, God's love, that I have said before, is very pure. Two, man's love. If we say that we love God and do not obey his commandments, then the Bible says that we are a thief. The Bible says, let us read 1 Corinthians chapter 13 verses 4 to 7. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകയില്ല. Love is patient and kind. It does not boast. It is not proud or rude. It is not self-seeking. It does not argue. It does not keep records of wrong. Love does not delight wrongs. It does not collect all the evil thoughts, but rejoices with the truth. In love, joy, peace, love is the most important thing. If we have love, only we can move a mountain from one place to another. But we must have faith also. If we have only one of these things, we cannot move it. We should have both faith and love. Thank you and praise the Lord. One time you repeat it, that's finished. Elders, the teachers of the law and the whole Sanhedrin, reaching a discussion, they bound Jesus, led him away and handed him over to Pilate. Are you the king of Jews? Asked Pilate. Yes, it is as you say. Jesus replied. The chief priests excused എസ്കേൽ പുസ്തകം 9:1 മുതൽ 5 വരെ. എസ്കേൽ 9:1 മുതൽ അനന്തരം ഞാൻ കേൾക്കിയ അവൻ നെതൃത്വത്തിൽ വിളിച്ച് നഗരത്തിന്റെ സന്ദർശനങ്ങൾ അടുത്ത് ഒരുമാറാക്കുകയും ഓരോരുത്തരും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ 6 പുരുഷന്മാർ ഓരോരുത്തരും വെൺമഴു കയ്യിലെടുത്തുകൊണ്ട് വടക്കോട്ട് മേലത്തെ പടിവാതിൽക്കൽ വെളിപ്പാട് 2:18 മുതൽ 23 വരെ. അഞ്ചാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണുകിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി.
കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുതെന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിക്കാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തും പോലെ ഉള്ള വേദന പോലെ തന്നെ. വെളിപ്പാട് 11:1 മുതൽ ഇത് കണ്ടുപോലുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത് നീ എഴുന്നേറ്റ് പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാർ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്രാക്കളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടിഞ്ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്ര വർണ്ണവും കടിഞ്ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തു അണിഞ്ഞതായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാന പാത്രം കൈ പിടിച്ചിരുന്നു. മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. മധുരമുള്ള പലതരമുണ്ട്, അത് മനാവന പീശോട്ടാപ്പിൽ വിൽക്കും പലതരം, അത് മനാവന പീശോട്ടാപ്പിൽ വിൽക്കും പലതരം. വരുവിനിവിടെ മധുരമുള്ള പലതരമുണ്ട്, അത് മനാവന പീശോട്ടാപ്പിൽ വിൽക്കും പലതരം, അത് മനാവന പീശോട്ടാപ്പിൽ വിൽക്കും പലതരം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾ അവിടെയുടങ്ങളായി ശ്രമിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ സായാഹ്ന സമയത്ത് ഈ കവലയിൽ വന്ന് ഞങ്ങളെ രക്ഷിച്ചവനായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു വാക്ക് പറയുവാൻ തൊക്കണം. ഞങ്ങളെ അവിടെ നേൽപ്പിച്ച അവന്റെ വലിയ സ്നേഹത്തിനായ ജീവിതത്തെ ശ്രദ്ധിക്കുന്നു. സന്തോഷം സഹോദര, ഞങ്ങൾക്ക് അല്പസമയം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതുപോലെ കുറെ അരക്കന്മാര് വേറെ പൈസ ചെലവാക്കിയാലത് ചുമ്മാ ഒന്നോട് ഓരോന്ന് പറയാൻ ഞങ്ങൾ ആരും മതം മാറ്റാൻ വന്നിട്ടില്ലല്ലോ. ഞങ്ങളെ രക്ഷിച്ച ക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറയാനാണ്. ഇല്ല, ഞങ്ങൾ നിങ്ങളെ ആരും മതം മാറ്റാൻ വേണ്ടി വന്നിട്ടുള്ളതല്ല. ഞങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് അല്പസമയം നിങ്ങൾ എല്ലാവരും ശാന്തരായി ഞങ്ങളെ ക്ഷമിക്കണം. ഞങ്ങളൊരു മതത്തെ കുത്തി പറയുവാനോ അല്ലെങ്കിൽ ഒരു മതത്തെ താഴ്ത്തി കെട്ടുവാനോ ഞങ്ങൾ വിശ്വസിക്കുന്ന മതത്തെ ഉയർത്തിക്കാട്ടുവാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളെ രക്ഷിച്ചവനായ ദൈവത്തെ കുറിച്ച്, ആ കർത്താവിനെ കുറിച്ച് പറയുവാനാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഈ സായാഹ്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കുന്നതിനായി നിലമ്പൂരിൽ നിന്നും പ്രിയ ഞങ്ങളുടെ ബിജു ഉപദേശി കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം മറ്റുമായി നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതായിരിക്കും. അതിനായി ബിജു ഉപദേശിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. ജാഗ്രതമായി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് കാലത്ത് ഞങ്ങളുടെ കടന്നു വന്നിരിക്കുന്നത് ഞങ്ങളെ രക്ഷിച്ച യേശുക്രിസ്തുവിനെ പറ്റി പറയുവാനാണ്. ഒരു മതത്തെയോ ജാതിയെ കുറിച്ചല്ല, പ്രിയ സഹോദരന്മാരെ, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. കാലം സമാധാനമില്ല, സന്തോഷമില്ലാതെ അല്ലെങ്കിൽ സമാധാനം നൽകുന്നു.
നീ പാപിയായി ജീവിച്ച നിന്റെ പാപത്തെ യേശുക്രിസ്തു വെറുക്കുന്നു. നിന്റെ പാപത്തെ യേശുക്രിസ്തു വെറുക്കുന്നു. മദ്യപാനത്തെ യേശുക്രിസ്തു വെറുക്കുന്നു. നിന്റെ മദ്യപാനത്തെ യേശുക്രിസ്തു വെറുക്കുന്നു. മദ്യപാനിയെ യേശു സ്നേഹിക്കുന്നു. മദ്യപാനിയെ യേശുക്രിസ്തു സ്നേഹിക്കുന്നു. പുകവലിയെ യേശു വെറുക്കുന്നു. പുകവലിയെ യേശുക്രിസ്തു വെറുക്കുന്നു. പുകവലിക്കുന്നവനെ യേശു സ്നേഹിക്കുന്നു. പുകവലിക്കുന്നവനെ യേശു സ്നേഹിക്കുന്നു. സഹോദരൻ, നീ ഇന്ന് അവസ്ഥ ഏത് അവസ്ഥയിലായിരിക്കും? സഹോദരന്റെ അവസ്ഥ എന്ത്? നീ എത്ര പാപത്തിൽ വീഴാലും എത്ര പാപത്തിൽ വീണാലും നീ യേശുക്രിസ്തുവിലേക്ക് കടന്നു വന്നാൽ നീ യേശുക്രിസ്തുവിലേക്ക് കടന്നു വന്നാൽ യേശു നിന്നെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു നിന്നെ രക്ഷിക്കും. ലോകം തരാത്ത സമാധാനം, ലോകം തരുന്ന സമാധാനം, ലോകം തരാത്ത സമാധാനം യേശുക്രിസ്തു നിനക്ക് തരുന്നു. യേശുക്രിസ്തു നിനക്ക് തരുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:27 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിന്റെ 24 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 27 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. നിങ്ങൾ ആദ്യം മുതൽ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേറ്റു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. യേശുക്രിസ്തുവിലേക്ക് കടന്നു വന്നാൽ നീ പൂർണ്ണ സമാധാനത്തോടെ കടന്നു പോകാൻ കഴിയും. കടന്നു പോകാൻ സാധിക്കും. യേശുക്രിസ്തുവിലേക്ക് ക്ഷമിക്കുകയാണ്. നീ പറഞ്ഞ വാക്കുകളെ വിളിക്കുകയാണ്. ഈ സായാഹ്ന സമയത്ത് നിങ്ങളെ യേശുക്രിസ്തുവിനെ ആകർഷിച്ചുകൊണ്ട് യേശുക്രിസ്തുവിലേക്ക് വാക്കുകളുടെ നിർത്തുകയാണ്. യേശുക്രിസ്തു നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം നിങ്ങൾ കൃത്യമായി ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ തക്കനോടെയായി തീർന്നല്ലോ. ഞങ്ങളോട് സഹകരിക്കുകയും ഞങ്ങളുടെ ഇത്തെ പ്രസംഗം കേൾക്കുവാൻ തക്കണം നിങ്ങൾ കാണിച്ച സന്മനസ്സനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും രക്ഷിക്കും സഹോദരൻ. തീർച്ചയായിട്ടും രക്ഷിക്കും. ഞാൻ കള്ളുകുടിക്കാറുണ്ട്, എന്റെ കള്ളുകുടി മാറ്റണം. നിങ്ങളുടെ കള്ളുകുടി മാറ്റാം. തീർച്ചയായിട്ടും സഹോദരൻ വിഷമിക്കണ്ട. നിങ്ങൾ കള്ളുകുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ യേശുക്രിസ്തു സ്നേഹിക്കുന്നു. നിങ്ങളെ യേശുക്രിസ്തു രക്ഷിക്കും. തീർച്ചയായിട്ടും ഈ ലോകത്തിന്റെ ഇതിൽ നിന്നൊക്കെ ഒന്ന് വിടുതൽ തീർച്ചയായിട്ടും സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ സിഗരറ്റ് വലിക്കാറുണ്ട്, അത് മാറും. വിശ്വസിക്കുന്നു. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിന്റെ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും സഹോദര. നിന്റെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. തീർച്ചയായിട്ടും കണ്ണുകളെ അടയ്ക്കുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, ഈ സഹോദരന്റെ ശരീരത്തിലുള്ള കർത്താവേ, മദ്യപാനത്തിന് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പ്രിയ സഹോദരനെ ശാസിച്ചകൾ അകറ്റുന്നു. ഹല്ലേലൂയ കർത്താവ് അങ്ങനെ കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ മദ്യപാനം വിട്ടുപോയിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിച്ചാൽ എല്ലാവിധ ദുഷ്സ്വഭാവങ്ങളും ഒടുവിച്ച് കർത്താവിന്റെ മകനായി ജീവിക്കാൻ എനിക്ക് സാധിക്കും. സമ്മതമാണോ? എങ്കിൽ ഞങ്ങളോട് കൂടെ പോരുക. ഉദലത്തിലെ ദൈവങ്ങൾ, കണ്ണു കാണാത്ത ദൈവങ്ങൾ, കാതു കേൾക്കാത്ത ദൈവങ്ങൾ, ഉമകളാകും ദൈവങ്ങൾ. ഉദലത്തിലെ ദൈവങ്ങൾ, കണ്ണു കാണാത്ത ദൈവങ്ങൾ, കാതു കേൾക്കാത്ത ദൈവങ്ങൾ, ഉമകളാകും ദൈവങ്ങൾ. കല്ലുകൊണ്ടും പല മണ്ണുകൊണ്ടും ഉണ്ടാക്കിയ തിരു ദൈവങ്ങളെ, കല്ലുകൊണ്ടും പല മണ്ണുകൊണ്ടും ഉണ്ടാക്കിയ തിരു ദൈവങ്ങളെ. ഭൂതലത്തിലെ ദൈവങ്ങൾ, കണ്ണു കാണാത്ത ദൈവങ്ങൾ, കാതു കേൾക്കാത്ത ദൈവങ്ങൾ, ഉമകളാകും ദൈവങ്ങൾ. ഭൂതലത്തിലെ ദൈവങ്ങൾ, കണ്ണു കാണാത്ത ദൈവങ്ങൾ, കാതു കേൾക്കാത്ത ദൈവങ്ങൾ, ഉമകളാകും ദൈവങ്ങൾ. കർത്താവായ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. കർത്താവായ യേശുക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാനായി അപ്പോസ്തലർ കത്തിച്ച സുശേഷത്തിൻ ദീപശിഖ വൻകരതോറും ദീപ കൊളുത്തി അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും. അത് തലമുറകൾക്കായി കൈമാറും. അത് തലമുറകൾക്കായി കൈമാറും. അത് തലമുറകൾക്കായി കൈമാറും. രക്തം ചിന്തി നേടിയതാണ്. രക്തം ചിന്തി നേടിയതാണ്. രക്തത്തിൻ വിലയാണ് ഞങ്ങൾ. രക്തത്തിൻ വിലയാണ് ഞങ്ങൾ. ടിവി നിന്നെ തെറ്റിക്കും. സിനിമ നിന്നെ തെറ്റിക്കും. യേശു
നിന്നെ രക്ഷിക്കൂ, യേശു നിന്നെ രക്ഷിക്കൂ, യേശു നിന്നെ രക്ഷിക്കൂ, യേശു നിന്നെ രക്ഷിക്കൂ. ബോലോ യേശു മശീഹായ്ക്ക് ജയ് ജയ് ജയ്. വഴികൾക്കും ഒരു പാട്ട് പാടുവാനായിട്ട് സാഹചര്യം ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആചരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവതാരമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആചരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. പുലരിയിൽ പൂപ്പാഴം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുലരിയിൽ പൂപ്പാഴം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർകാറ്റിലലിഞ്ഞു ഞാൻ പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർകാറ്റിലലിഞ്ഞു ഞാൻ പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവതാരമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആചരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. അകലയാകാശത്ത് വിരിയുന്ന താരകൾ മിഴികളിൽ നോക്കിയാൽ ഉയർന്നു പാടാം. അകലയാകാശത്ത് വിരിയുന്ന താരകൾ മിഴികളിൽ നോക്കിയാൽ ഉയർന്നു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീയെത്തുമ്പോൾ മാലാഖമാരോത്തു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീയെത്തുമ്പോൾ മാലാഖമാരോത്തു പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവതാരമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആചരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. വിതച്ചിടുക നാം സ്വർഗത്തിന്റെ വിത്താം ക്രിസ്തൻ സുവിശേഷം ഹൃദയങ്ങളിൽ. വിതച്ചിടുക നാം സ്വർഗത്തിന്റെ വിത്താം ക്രിസ്തൻ സുവിശേഷം ഹൃദയങ്ങളിൽ. ആത്മമായി പ്രിയോ ദൈവം കൃപ ചെയ്യോ താരും കൊച്ചിനെയോ തത്വകാലത്തിൽ കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചോ. കാറ്റകൾ ചുമന്നും കൊണ്ടു വന്നിടോ. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചോ. കാറ്റകൾ ചുമന്നു കൊണ്ടു വന്നിടോ. വിതച്ചിടുക നാം സ്നേഹത്തിനധ്വാനം ഒരു നാളും വ്യർത്ഥ അല്ല ആകയാൽ. വിതച്ചിടുക നാം സ്നേഹത്തിനധ്വാനം
കൂടി വന്നിരിക്കുന്ന സൗകര്യ സഹോദരന്മാർക്ക് ഏവർക്കും ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ഞാൻ നിൻ കൂടെയുണ്ട്, ഞാൻ നിൻ കൂടെയുണ്ട്, ജീവിതയാത്രയിൽ ഭാരങ്ങളേറും ഞാൻ നിൻ കൂടെയുണ്ട്, ജീവിതയാത്രയിൽ ഭാരങ്ങളേറും ഞാൻ നിൻ കൂടെയുണ്ട്, അധ്വാനിക്കുന്നോരെ ഭാരം ചുമപ്പോരെ ഞാൻ നിൻ കൂടെയുണ്ട്, അധ്വാനിക്കുന്നോരെ ഭാരം ചുമപ്പോരെ ഞാൻ നിൻ കൂടെയുണ്ട്, ഓരിരുൾ താഴ്വര നീ നടന്നിടുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്, ഓരിരുൾ താഴ്വര നീ നടന്നിടുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്, ഞാൻ നിൻ കൂടെയുണ്ട്, ഞാൻ നിൻ കൂടെയുണ്ട്, ജീവിതയാത്രയിൽ ഭാരങ്ങളേറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്, ജീവിതയാത്രയിൽ ഭാരങ്ങളേറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്, ശത്രുക്കളേറുമ്പോൾ മിത്രങ്ങൾ മാറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്, ശത്രുക്കളേറുമ്പോൾ മിത്രങ്ങൾ മാറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്, രോഗിക്കിടക്കയിൽ നല്ലൊരു വൈദ്യനായി ഞാൻ നിൻ കൂടെയുണ്ട്, രോഗക്കിടക്കയിൽ നല്ലൊരു വൈദ്യനായി ഞാൻ നിൻ കൂടെയുണ്ട്, ഞാൻ നിൻ കൂടെയുണ്ട്, ഞാൻ നിൻ കൂടെയുണ്ട്, ജീവിതയാത്രയിൽ ഭാരങ്ങളേറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്, ജീവിതയാത്രയിൽ ഭാരങ്ങളേറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്, ഞാൻ നിൻ കൂടെയുണ്ട്. രണ്ട് കസേര കാണുന്നുണ്ട്. നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു സങ്കല്പമാണ്. ഒരു ദൈവ പൈതൽ ഒരു ദൈവഭവനത്തിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ് പ്രാർത്ഥിക്കാറ്. ദൈവഭവനത്തിൽ നിന്നും ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു മീറ്റിങ്ങിന് സംബന്ധിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ വഴിയാത്രയിൽ പട്ടുപോകുന്ന ഒരവസ്ഥ. പ്രാർത്ഥനയ്ക്ക് പോകാതെ വഴിയാത്രയിൽ വെച്ച് ശത്രുവിന്റെ കെണിയിൽ അല്ലെങ്കിൽ പിശാചിന്റെ കെണിയിൽപ്പെട്ട് പാപത്തിന്റെ അവസ്ഥയിൽ മുഴുകി പാപത്തിൽ നിന്ന് എഴുന്നേൽപ്പാൻ സാധ്യമല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ വന്ന ഒരു സഹോദരനെ കുറിച്ച് നമ്മളിവിടെ കാണാൻ പോവുകയാണ്. ദൈവമക്കളെ, നമ്മളെല്ലാവരും ദൈവഭവനത്തിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടോ പ്രാർത്ഥിക്കാതെയോ എല്ലാം നാം പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം വഴി നടത്തുവാൻ വേണ്ടി ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ട് മുന്നേറുന്നുവെങ്കിൽ ദൈവം നമ്മളെ വഴി നടത്തുവാൻ ശക്തനാണ്. ഞാൻ നിന്റെ വഴിയെ സ്ഥിരപ്പെടുത്തി തരും, ഞാൻ നിനക്ക് വഴി പറഞ്ഞു തരും എന്നുള്ള വചനം ഉണ്ട് എന്നുള്ള ഉറപ്പിൽ ഭവനത്തിൽ നിന്ന് എഴുന്നേറ്റ് പായിൽ നിന്ന് തന്നെ ഉടനെ തന്നെ എഴുന്നേറ്റ് പുറപ്പെട്ട് മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാൽ ഒരു പക്ഷേ ശത്രുവിന്റെ കെണി വഴിയിൽ എവിടെയാണ് പതിയിരിക്കുന്നതെന്ന് അറിയാതെ നാം ആ കെണിയിൽ പെട്ടുപോകാൻ ചില സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഇല്ലാതിരിക്കാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ച വിശ്വാസത്തോടെ നീങ്ങേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. അതിനാൽ ഇന്ന് പകൽക്കാലം നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് എല്ലാം ഇവിടെ ചെയ്യുവാൻ സാധ്യമല്ല. സങ്കല്പത്തിൽ ഇതൊരു ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സഹോദരൻ, അതിന്റെ ശേഷം ഉള്ള കാര്യങ്ങൾ നിങ്ങൾ നേരിൽ കാണാൻ പോവുകയാണ്. അതിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല, നിങ്ങൾ അതൊരു സങ്കല്പമായി ചിന്തിക്കുകയും അതിനോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് അദ്ദേഹത്തിന്റെ ആക്ഷനിൽ കൂടി
കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ദൈവിക ആത്മീക ഉണർവ്, ആത്മീകമായ അതിന്റെ അർത്ഥം നാം എല്ലാവരും മനസ്സിലാക്കിയെടുക്കണമെന്ന് ദയവായി അപേക്ഷിച്ചുകൊള്ളു. ഇവിടെ നമ്മളെ കോട്ടയത്തിന് പോകുന്നു ബസ്. കോട്ടയത്തിന് ഇപ്പം വരും, കുറച്ച് വെയിറ്റ് ചെയ്യും. ഇപ്പൊ വരും, ഇപ്പൊ വരും. ആ കോട്ടയത്തിനാ. എവിടെ ചെന്നാലും ശത്രുവിന്റെ തന്ത്രങ്ങൾ. കാണുന്നു ഞാനെന്നതിശയമേ ദൈവത്തിൻ സ്നേഹം. നല്ല ടി വി ആണ്. ഇതൊന്നും തുടങ്ങിയത് ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ടി വി അല്ല ഇതാരാ മോനെ? എന്താ ഇവിടെ? അല്ല ഈ പരിപാടിയൊക്കെ ഉണ്ടോ കയ്യിൽ? ചുമ്മാ ഇവിടെ വന്നതാണ്. അപ്പച്ചൻ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് ദോഷമാണ്, അത് ദോഷമാണെന്നൊക്കെ പഠിപ്പിച്ചിട്ട് എന്റെ പൊന്നു മോനെ ഇതെന്താ ഞാൻ ഈ കാണുന്നത്? ചുമ്മാതെ കൊള്ളാൻ കേട്ടോ പരിപാടി. ഇങ്ങനെ ആയാലേ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചുമ്മാ ഇവിടെ വരെ വന്നപ്പോൾ മനസ്സിലായി ചുമ്മാതാണെന്ന്. ബസ് വന്നില്ല. ശരി ഞാൻ പോട്ടെ. പക്ഷേ ഞാൻ ആരാധനയ്ക്ക് പോകാൻ വന്നതാണ്. ആരാധനയ്ക്ക് പോകാൻ വന്നപ്പോൾ ബസ് കിട്ടിയില്ല. പക്ഷെ അരമണിക്കൂറായി. അതെ, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാനായിരിക്കും വേറെ ആരെങ്കിലും ആയിരിക്കും. പക്ഷെ ഞാനായിരിക്കും. ഞാനൊരു 8:05 ഞാൻ 8:10 ഞാൻ കടന്നു പോയത്. ഭാഷ പറയുന്ന ആളല്ല, അത് വേറെ ആളാണ്. ഞാൻ ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്നു. ഇല്ല പക്ഷെ ഞാൻ ഈ പണിയൊക്കെ തുടങ്ങി. പക്ഷെ ദേശം ചീട്ട് കളിക്കാൻ ഞാൻ പോകാൻ ഉദ്ദേശിച്ച് വന്നതല്ല. ഇത് ചേർത്ത് ഇത് ചീട്ട് നല്ല പണി. ദൈവമക്കൾക്ക് വേണ്ടി നല്ല പണി. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് കുഴപ്പമില്ല. അയ്യോ അതിനെ വിളക്കണം കുറയ്ക്കണ്ട. അയ്യോ എന്ത് പറ്റിയതാ? സഹോദരന്റെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് കണ്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പാപത്തിൽ വീഴുക എന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ പാപത്തിൽ നിന്ന് തിരിച്ച് എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിക്കൂ സഹോദരൻ, പാപത്തിൽ എത്ര പെട്ടെന്ന് മുഴുകിയ ആളാണ്. എന്നാൽ അതിൽ നിന്നും തിരിച്ചു വരുവാൻ സാധ്യമല്ലാതെ വിഷമിക്കുന്ന അവസ്ഥ ശ്രദ്ധിച്ചു നോക്കൂ. ഈ സഹോദരൻ അറിയാതെ ചെയ്ത തെറ്റ് ക്ഷമിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഇതിനവാൻ സമ്മതിച്ചിരിക്കുകയാണ്. പാവത്തിൽ നിന്ന് ഇവിടെ വന്നിരിക്കാൻ ദൈവത്തിന് സ്പോർട്ട്
യേശുവിന്റെ നാമത്തിൽ ഇനി മേലാൽ ഞാൻ പാപത്തിന്റെ വഴികളിലൂടെ നടത്തിയത് തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് വിടുതൽ തന്ന ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. വീട്ടിലൊന്നും വന്ന് ആരോടും പറയരുത്. ഞാൻ അറിയാതെ അബദ്ധത്തിൽ വന്നൊന്നും കേട്ടുപോയതാണ്. ഇത് വീട്ടിൽ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ തീർച്ചയായിട്ടും ഇല്ല, ഇനി മേലെ ഞാൻ ആവർത്തിക്കില്ല. പക്ഷേ എനിക്ക് ഇതിന്ന് വിടുതൽ തന്നതിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തോട് നന്ദി പറഞ്ഞു. അത് ആരാധന കഴിഞ്ഞപ്പോ ആ കൊച്ച് മുറ്റത്തും വീണതാ. കൊച്ചിനെ എടുത്ത് വെച്ച ഞാൻ കല്യാണം അവിടെ ആ കൊച്ചിന് സുഖമില്ലാന്ന് പ്രാർത്ഥിച്ചു പറയുന്നത്. ഞാൻ നല്ല കാര്യം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് സഹോദരൻ അടുത്ത സ്പീച്ചാണ്, പ്രസിഡന്റിന്റെ സ്പീച്ചാണ്. പ്രസംഗിക്കാനായിട്ട് ഞാൻ അധികം സമയം ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം നേരത്തെ ആദ്യമേ തന്നെ എനിക്ക് വിലക്കുണ്ട്. തന്നെയുമല്ല, സമയം മുന്നോട്ട് വൈകിയിരിക്കുന്നു എന്ന് എനിക്കറിയാം. 8:15 പ്രാർത്ഥന തുടങ്ങേണ്ട സമയം കഴിഞ്ഞ് എനിക്ക് വഹിച്ചിരിക്കുന്നു. ഇത് ഇവിടെ നടന്നതായ സകല ആത്മീയ പ്രോഗ്രാംസിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. നാം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, ഓരോരോ പ്രോഗ്രാം നാം സൂക്ഷിച്ച് നോക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ, അത് എൻജോയ് ചെയ്യുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആത്മീയ അർത്ഥത്തെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആ ആത്മീയ അർത്ഥം പിന്നീട് നാം ഓരോ അവസരങ്ങളിൽ ഇന്ന് കണ്ടതായ കാര്യങ്ങളൊക്കെയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് അതിലുള്ള ആത്മീയ അർത്ഥങ്ങളെ നാം മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവനാമം നമ്മുടെ ജീവിതത്തിൽ മാറ്റമെടുക്കുവാൻ കോമഡിയായി തീരാം. പൈതങ്ങള് സ്കിറ്റ് പരിപാടി നടത്തി, പാട്ട് പാടി, നല്ല കഥകൾ നാം കേട്ടു. ഹല്ലേലൂയ. അതെല്ലാം ഓരോരോ സ്കിറ്റും ഓരോ പ്രസംഗവും ഓരോ പ്രോഗ്രാംസും ദൈവനാമത്തിനായി തീരുമാനപ്പോൾ കർത്താവ് നമ്മെ സഹായിച്ചു. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരിക, അവസാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഉറപ്പിക്കുന്ന രീതിയിലുള്ളതായ പാപക്കുഴിയിലേക്ക് നാം ഇരുന്നു കഴിഞ്ഞാൽ, പാപക്കുഴിയിലേക്ക് നാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഗതി എന്തായി തീരും, അതിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുവാനൊക്കെ ആർക്കും കഴിയുകയില്ല എന്നുള്ളതായ ആ പ്രോഗ്രാമോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പാനൊക്കെ ഇവിടെയായി തീർന്നല്ലോ. നമ്മെ തന്നെ ശോധന ചെയ്യുവാനും നാം ഒരു കാരണവശാലും വിശ്വാസിയായി തീർന്നിട്ടില്ല എങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്നുള്ളതാണ്. അനേക സ്കിറ്റിൽ കൂടിയും പാട്ടിൽ കൂടിയും പ്രസംഗത്തിൽ കൂടിയൊക്കെ നമുക്ക് കേൾക്കുവാനൊക്കെ ഇവിടെയായി തീർന്ന് രക്ഷകനായ യേശുവിനെ ജീവിതത്തിൽ ഏറ്റെടുത്ത് രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ വിതരണം. വലിയ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വലിയ സെക്കരിയാവ് യേശുവിനെ കാണുവാനുള്ള ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് ഓടി യേശുവിന് വേണ്ടി കാത്തിരുന്നു. യേശു സെക്കരിയാവിനെ കാണുവാനും തന്റെ ഭവനത്തില് ഭക്ഷണം കഴിക്കുവാൻ തക്കോണം, അത്താഴം കൊണ്ടുപോകാൻ തക്കോണം യേശു ക്രിസ്തു ഇടയായി തീർന്നു. സെക്കരിയാവിന് അത് വലിയ സന്തോഷമായി തീരുവാൻ തക്കോണം ഇടയായി തീർന്നുവല്ലോ. അതുപോലെ ഓരോരോ വിഷയങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ആത്മീയ അർത്ഥങ്ങൾ അനവധിയുള്ളതായ ഈ സ്കിറ്റ് പ്രോഗ്രാം ഇത്രത്തോളം തന്റെ മക്കള് അധ്വാനിച്ച് പ്രയത്നിച്ച് സമയമൊക്കെ ചെലവഴിച്ച് ചെയ്തു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് ഓരോരുത്തരും കൊടുത്തിരിക്കുന്ന താലന്തുകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇത് കാണുമ്പോൾ നാം ഓർക്കണം, നാം കോളേജുകളിലും അതിവിടെയും ഇവിടെയൊക്കെ ഓരോരോ യൂത്ത് മീറ്റിങ്ങുകൾ, ഓരോരോ പ്രോഗ്രാംസും നാം കാണാറുണ്ട്. എന്നാൽ ആ പ്രോഗ്രാമും ഈ പ്രോഗ്രാമും തമ്മിലുള്ളതായ വിശ്വാസികളുടെ പ്രോഗ്രാമും തീരും. ദൈവനാമത്തിനായിട്ട് ഇത്രത്തോളം കർത്താവ് നമ്മെ ഏവരെ സഹായിച്ചുവല്ലോ. ഞാൻ ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇനിയുള്ള ഭാവി കാര്യങ്ങളിൽ, ഭാവി ജീവിതത്തില് യേശു ക്രിസ്തുവിനെ തന്നെ നമ്മുടെ ജീവിതത്തില് മുൻനിർത്തിക്കൊണ്ട് ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തില് സ്നേഹവന്ദനത്തെ അറിയിക്കുകയും വലിയ എനിക്ക് ഇതുപോലുള്ള അവസരം ഒരുക്കി തന്ന ഈ സംഘാടകർക്ക് ദൈവനാമത്തില് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ എന്റെ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിൽ നിങ്ങളെ എവിടെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത താങ്ക്സ് ഗിവിംഗിനായിട്ട് മിസ്റ്റർ എം.എം. മത്തായിയെ ക്ഷണിച്ചോളൂ. നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ കടന്നു വന്ന സമയം ഇത്രത്തോളം സമയം അവന്റെ സന്നിധിയിൽ വളരെ വിശ്വസയോടും ഭയഭക്തിയോടും കൂടി ആയിരിക്കാൻ തക്കണം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളും മറ്റ് എല്ലാവരും നമ്മൾ ചേർന്ന് നടത്തിയ പരിപാടികളെല്ലാം ഇന്ന് പൽക്കാലം, ഇന്ന് രാത്രികാലം വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് തന്റെ പ്രസിഡന്റിന്റെ വാക്യത്തിൽ കൂടെ നമുക്ക് കേൾക്കുവാൻ തക്കനോടെ ആയിത്തീർന്നല്ലോ. വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുവാനും അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്യുവാൻ തക്കനോടെ ആയിത്തീർന്നത് കൊണ്ട് അല്പസ്വല്പമായ പാവപ്പുകളൊക്കെ ഇതിൽ ഉണ്ടെങ്കിൽ തന്നെയും ഇത്രത്തോളം ഭംഗിയായി ചെയ്യുവാൻ തക്കണം സർവ്വശ്വരൻ സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ്, ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനുവേണ്ട എല്ലാ പ്രോത്സാഹനവും ചെയ്തെന്ന കർത്താവിന്റെ ദാസനോട് ഉള്ള എൻ്റെ നന്ദിയെ ഈ സമയം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ വിഷയങ്ങൾ ഓരോന്നും എടുക്കുകയും വളരെ സന്തോഷത്തോടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ പരിപാടി ഇത്രത്തോളം വിജയമാക്കിയ എല്ലാ എന്റെ വിഷയകർത്താക്കൾക്കും എന്റെ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. അതുപോലെ ഇന്ന് ഈ സമയം ഇവിടെ കടന്നു വന്ന ഈ പരിപാടികളെല്ലാം ശ്രമിച്ച എല്ലാ
എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങൾ അർപ്പിക്കുന്നു. മേലിത്തരം അനുഗ്രഹമായ പ്രോഗ്രാം നടക്കുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആശംസകളോടെ എന്റെ വാക്കിൽ നിൽക്കുന്നു. ദൈവം നമ്മളെല്ലാവരും ഇടിക്കുമാറാകട്ടെ. വളരെ താല്പര്യത്തോടുകൂടി പഠിച്ച് ബൈബിൾ റെഫറൻസിന് ഇപ്പോൾ പഠിച്ചു വളരെ നാളുകളായിട്ട് ബൈബിളിലെ പ്രാഗൽഭ്യവും പരിചയമുള്ള മാത്രമേ ബൈബിൾ റെഫറൻസിന് ഫസ്റ്റ് പ്രൈസ് മേടിക്കാൻ തക്കവണയായി തീരുകയുള്ളൂ. അങ്ങനെ ബൈബിൾ റെഫറൻസിന് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് സിസ്റ്റർ ഷൈനി ജോസ് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നുണ്ട്. എല്ലാവരും clap your hands. സങ്കടത്തോടുകൂടിയാണോ? അടുത്ത ബൈബിൾ ക്വിസിന് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് സിസ്റ്റർ ഷൈനി ജോസ്. അടുത്ത ബൈബിൾ റീഡിങ്ങിന് ഫസ്റ്റ് പ്രൈസ് ബ്രദർ ജോർജ് കുര്യാക്കോസ്. Second prize. All of you sit down, please. Bible reference for second prize ആരാ? മാത്യു. ബൈബിൾ റെഫറൻസിന് സെക്കൻഡ് പ്രൈസ് ലഭിച്ച മാത്യു എം. കുട്ടികളുടെ ഓരോന്നോരോന്ന് ഓരോ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞിട്ട് പ്രോഗ്രാം ലിസ്റ്റ് എടുത്ത് കൊടുക്കട്ടെ. ബൈബിൾ റീഡിംഗ് സെക്കൻഡ് പ്രൈസ് ജോൺ. പ്രോഗ്രാം ലിസ്റ്റ് ജോബിന് ഒരു പ്രൈസ് അവർക്കാ കിട്ടാത്ത അത് 6 പേർക്ക് കൊടുക്കണ്ടേ? രണ്ട് പ്രോഗ്രാം ആരുടെ ഓൺലൈൻ അതാ കണ്ടുപിടിച്ചു. Thank you, children. Thank you very much for your cooperation, children and elders. Okay. ഇന്നത്തെ ചിൽഡ്രൻ ഈ സങ്കീർത്തത്തെ കർത്താവിന്റെ പൊന്നുകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇതിനെ വാഴ്ത്തി തുറക്കി അനുഗ്രഹിച്ച് കർത്താവെ നിങ്ങൾക്ക് വിളമ്പി തരുന്ന പ്രാർത്ഥി കർത്താവെ പറയുന്ന അടിയിലും കേൾക്കുന്ന ജനങ്ങൾക്ക് പരസ്പരം അനുഗ്രഹമായി തീരുവാക്കോള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ കൂടെ ഇന്ന് സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്ര യേശു ക്രിസ്തുവിന്റെ തന്നെ നമ്മുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കുമാറാവട്ടെ. എല്ലാവർക്കും പ്രാർത്ഥന ഒഴിക്കാമല്ലോ. നമ്മെ സഹായിച്ചുല്ലോ. പ്രത്യേക സൺഡേ സ്കൂളിന്റെ ആനിവേഴ്സറിയോടനുബന്ധിച്ച് നാം ഇവിടെ ആയിരിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങൾക്ക് സ്കൂളിൽ കടന്നു നിന്ന് സൺഡേ സ്കൂളിൽ പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിനായിട്ട് അഭ്യസിപ്പിക്കുവാനായിട്ട് കർത്താവ് അതിനെ സംഭാഷണയും കൂട്ടായ്മയും ബലപ്പെടുത്തി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ബാധപ്പെടുത്തുകയും ചെയ്യുന്നു. ഇല്ല ഇന്നുകാലം കർത്താവിനെ ബാധപ്പെടുത്തുകയും ഇല്ല ദൈവീയ സാന്നിധ്യം വാസ്തവമായിട്ട് അനുഭവിച്ചറിയുവാൻ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണമോ ഇല്ല. അതേസമയം അല്പം മുന്നോട്ട് പോയിരിക്കുന്നു. എനിക്ക് ലഭിച്ചിരിക്കുന്ന ആ സമയം 15 മിനിറ്റേ ഉള്ളൂ. ഇല്ല എന്നാൽ ആ 15 മിനിറ്റ് കൊണ്ട് തന്നെ പറഞ്ഞു നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അല്പം കൊണ്ടും അധികം കൊണ്ടും അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ സമയത്തിന്റെ മുറ്റുമാറ്റി ഏൽപ്പിക്കാൻ വലിയ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. സൃഷ്ടികർത്താവിനെ ആരാധിക്കുക എന്നുള്ളത് സൃഷ്ടികളാവുന്ന നമ്മുടെ കടമയായിരിക്കാൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാൻ ദൈവത്തിന്റെ പെട്ടകം വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കുന്നു. ഓർത്ത് ഞാൻ ദൈവത്തെ സൂചിക്കുന്നത് മാത്രപ്പെടുന്നു. ഇല്ല സങ്കീർത്തന ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. ഇല്ല ഈ സങ്കീർത്തന ഭാഗമാണില്ല വളരെ പരിചിതമായിട്ടുള്ള സങ്കീർത്തനമാണ്. ഇല്ല പലർക്കും വളരെ മനപ്പാടമായിട്ട് അറിയാവുന്നതായ ഈ സങ്കീർത്തനം വലിയ ചെറിയ സങ്കീർത്തനമാണ്. ഇല്ല ഈ മരുഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് സഹായത്തിൻ്റെതായ ആവശ്യമുണ്ടോ? ഇല്ല സഹായം ആവശ്യമില്ലാത്തതായിട്ട് ആരും തന്നെ ഈ ദേശത്തില്ല. ഇല്ല ഈ ദേശത്തൊന്നും മാത്രമല്ല ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയുമില്ല. അതുപോലെ തന്നെ
ആവശ്യമുള്ള സൂക്ഷിപ്പ് പരിപാലനം വലിയ കരുതൽ നമുക്ക് ഏവർക്കും ആവശ്യമാണില്ല. അങ്ങനെ സൂക്ഷിപ്പ് പരിപാലനം ആവശ്യമായിരിക്കുന്നതായ ദൈവജനമില്ല. ആരെയാണ് വിളിച്ചപേക്ഷിക്കേണ്ടതില്ല, എവിടെ നിന്നാണ് സഹായം ലഭിക്കുന്നതെന്ന് ഇല്ല. ഈ സംഘത്തിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നോ ഇല്ല. അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നോ ഇല്ല, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നോ ഇല്ല, എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു എന്നായില്ല. ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നോ ഇല്ല. സഹായം ആവശ്യമുണ്ടായിരിക്കുന്നതായ ഒരു ദൈവപൈതലില്ല. വ്യക്തിപരമായിട്ട് അവിടെ പറയുകയാണ് ചെയ്യുന്നില്ല, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നോ ഇല്ല, എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു എന്നില്ല. ഒരു ചോദ്യവാക്യത്തോടുകൂടി ഒന്നാമത്തെ വാക്യം തുടങ്ങിയിട്ട് രണ്ടാമത്തെ വാക്യത്തിൽ തന്നെ ഇല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നോ ഇല്ല. അതിന്റെ ആൻസർ കൊടുത്തിരിക്കില്ല. ഈ ലോകത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു സൃഷ്ടിയിൽ നിന്ന് നമുക്ക് സഹായം ലഭിക്കാനായിട്ട് കഴിവില്ലായിരിക്കുമ്പോൾ ഇല്ല. സകല സൃഷ്ടിയുടെയും വലിയ ഉടയവനായ സൃഷ്ടികർത്താവിൽ നിന്ന് മാത്രമേ നമുക്ക് സഹായം ലഭിക്കാനപ്പോൾ കഴിയുകയുള്ളൂ എന്നില്ല. ഈ സംഘത്തിൽ കർത്താവ് നമ്മോട് വെളിപ്പെടുത്തി തരുന്നോ ഇല്ല. ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്ന പ്രകാരമാണ് ഇല്ല, ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിലും ഉൽപ്പത്തിയിലെ 1-ാമത്തെ വാക്കിൽ നാം വായിക്കുമ്പോൾ അതിൽ ആദ്യ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നോ ഇല്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ച് ആകാശത്തെയും ഭൂമിയും ഇല്ല. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്രകാരം പറയുന്നില്ല, ഇൻ ദ ബിഗിനിംഗ് ലോർഡ് ക്രിയേറ്റ് ഹെവൻ ആൻഡ് എർത്ത്. ഹെവനെയും എർത്തിനെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് സഹായം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ ഇല്ല. ആ സഹായം നൽകി തരുവാനായിട്ട് ശക്തനായ ആ ദൈവത്തിന്റെ കരങ്ങളിൽ നാം നമ്മെ താഴ്ത്തി സമർപ്പിക്കുന്നുവെങ്കിൽ, ആ ദൈവത്തെ നാം വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ ഇല്ല, ആ ദൈവത്തെ വാസ്തവമായിട്ട് നാം കണ്ടുമുട്ടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മരുഭൂമി യാത്രയിൽ നമുക്ക് സഹായം ലഭിക്കാൻ തക്കോണം നമ്മെ സമൃദ്ധിയായിട്ട് വഴി നടത്തുവാൻ തക്കോണം കർത്താവിനെ കൊണ്ട് കഴിയുമില്ല. ഈ സർവശക്തനായ ദൈവമില്ല, സകല അല്യ ചരാചരങ്ങളെ സൃഷ്ടിച്ചതായ ദൈവമില്ല. അവൻ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയില്ല, സ്വർഗവും വലിയ എർത്തും ഉണ്ടാക്കിയില്ല. സ്വർഗം ഉണ്ടാക്കിയത് ദൈവത്തിന് വസിക്കുവാനായിട്ടോ ഇല്ല, ഭൂമി ഉണ്ടാക്കിയതോ ഇല്ല, മനുഷ്യന് പാർക്കുവാൻ വേണ്ടിയിട്ടാണ് ഇല്ല. എന്നാൽ മനുഷ്യൻ എന്താണ് ചെയ്തത്? മനുഷ്യന് പാപം ചെയ്യുവാൻ കൊമ്പടിയായി തീർന്നു. സാത്താന്റെ പേരണയാലില്ല, പാപത്തിന് അടിമയായി തീർന്നു കഴിഞ്ഞപ്പോൾ ദൈവ തേജസ് അവന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുവാനോ ഇല്ല. സ്വർഗീയ ഭവനത്തിലേക്കുള്ള യാത്ര ഇല്ല, തടസ്സമാകുവാൻ കൊമ്പടിയായി തീർന്നു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം തന്നെ ഇല്ല, അതിനുള്ള പ്രതിവിധിയായിട്ട് ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ച് ഭൂമിയിലേക്ക് കടന്നു വന്നോ ഇല്ല. ആ ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് വിടുതലുള്ളൂ ഇല്ല. അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചോ ഇല്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രകാരം പറയുന്നു ഇല്ല, തന്റെ ഏകജാതിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാനൊക്കെ ലോകത്തെ സ്നേഹിച്ചു ഇല്ല. ആ ദൈവം സർവശക്തനായ ദൈവമില്ല, ലോകത്തെ സ്നേഹിച്ച് ഈ താണഭൂമിയിലേക്ക് കടന്നു വന്നു ഇല്ല. എന്നിട്ട് എന്താണ് ചെയ്തില്ല? 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച ഇല്ല, നമുക്ക് വേണ്ടി, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇല്ല. അവന്റെ അവസാനത്തുള്ളിൽ രക്തം വരെ ചിന്തിയില്ല. അതിന്റെ ഗോകുൽത്താ മനം മുകളില്ല, പീലാത്തോസിന്റെ കൽത്തളം മുതൽ ഇല്ല, ഗോകുൽത്താ മനം മുകൾ വരെയും ഇല്ല. വീണും എഴുന്നേറ്റും അടിയേറ്റും തുപ്പലേറ്റും ഇല്ല, നിന്നുകൾ സഹിച്ച് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടില്ല. അവൻ നിന്നയായി തീർന്നു ഇല്ല. അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചു, നമ്മുടെ രോഗങ്ങളെ വഹിച്ചു ഇല്ല. അവന്റെ അവസാനത്തുള്ളിലില്ല ദുർഗാരോപണം ചെയ്തു ഇല്ല. എന്നാൽ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുന്നമേ തന്നെ ഇല്ല. 28-ാമത്തെ വാക്യത്തിലെ അധ്യായത്തില് പ്രകാരം പറയുന്നുണ്ടായില്ല. അവൻ ഇപ്രകാരം പറയുന്നോ ഇല്ല, സ്വർഗത്തിലും ഭൂമിക്കും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് വാസ്തവമായിട്ട് ഇല്ല നേരിട്ട് സംസാരിച്ചിട്ടാണ് കടന്നുപോയതില്ല. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതിന് ശേഷം ഇല്ല അവൻ സ്വർഗാരോപണം ചെയ്തില്ല, കടന്നു പോകാൻ കൊണ്ടയായി തീർന്നില്ല. അങ്ങനെ സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരം ലഭിച്ച ആ യേശുവിന്റെ മക്കളായി നാം തീർന്നുവെങ്കിൽ ഇല്ല, ആ യേശുവിനെ വാസ്തവമായിട്ട് നാം പിൻപറ്റുന്നുവെങ്കിൽ ഇല്ല, ആ സൃഷ്ടികർത്താവിനെ വാസ്തവമായിട്ട് നാം ആരാധിക്കുന്നുവെങ്കിൽ ഇല്ല, സത്യത്തിലും ആത്മാവിൽ നാം ആരാധിക്കുന്നുവെങ്കിൽ ഇല്ല, ഇന്നത്തെ സങ്കീർത്തനത്തിൽ ഇല്ല 3 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായ സകലവിധ അനുഗ്രഹങ്ങൾക്കും വലിയ അർഹരായി തീരുവാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരുമില്ല. രണ്ടാമത്തെ വാക്യത്തിലെ പ്രകാരം പറഞ്ഞില്ല, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു ഇല്ല, എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു ഇല്ല, നമ്മുടെ ജീവിതത്തിൽ ഇല്ല അർഹരായി തീരുവാനൊക്കെ നമ്മുടെ തീരുമില്ല. അതിന്റെ 3-ാമത്തെ വാക്യത്തിലെ പ്രകാരം പറയുന്നു ഇല്ല, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല ഇല്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങിയില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങിയില്ല എന്നില്ല. സ്തോത്രം ചെയ്യുന്നു ഇല്ല. ആ സൃഷ്ടികർത്താവിന്റെ മുഖത്തേക്ക് നാം നോക്കുമ്പോൾ, യേശുവിന്റെ കരങ്ങളിൽ നമ്മെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ, യേശുവിന്റെ മുഖത്തേക്ക് നാം നോക്കി നാം ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇല്ല നമ്മുടെ കാല് വഴുതി വീഴുവാനായിട്ടില്ല, പിശാചിനായില്ല, ഉടമയായി തീരുവാനൊക്കെ ഇടവരാതെ ഇല്ല, നമ്മെ കരം പിടിച്ച് വഴി നടത്തുന്ന ഒരു ദൈവമുണ്ടില്ല. ആ ദൈവം നമ്മെ കാക്കുവാന്, നമ്മെ പരിപാലിക്കുവാന്, നമ്മെ സൂക്ഷിക്കുവാനൊക്കെ ഇവിടെ തീരുമില്ല. 8 വാക്യങ്ങളുള്ളതായ സംഗീതത്തിലില്ല 6 പ്രാവശ്യമില്ല അല്ല സൂക്ഷിക്കുക, പരിപാലിക്കുക എന്ന അർത്ഥം വരുന്നതായ പരിപാലനത്തിന്റെ വാക്കുകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അല്ല ഏറ്റവും ആവശ്യമായിട്ടുള്ള വാസ്തു ഇത് തന്നെയാണ് ഇല്ല. നമുക്ക് ആർക്കും നമ്മെ തന്നെ സൂക്ഷിക്കാനായിട്ട് കഴിവില്ലാതിരിക്കുമ്പോൾ നമ്മെ സൂക്ഷിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ കാക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന ഒരു